ആവണിപ്പാട്ടും പാടി ആനന്ദപ്പൂവും ചൂടി ആ വഴി പോരും കാറ്റേ ആലോലം തേരിൽ ആരു നിന്റെ കൂടെ പോന്നു കൂടെ നിറച്ചു പോന്നു അത്തമ്പത്തിനോണം കൂടാൻ കൂട്ടായി കൂടെ പോന്നു ആവണിപ്പാട്ടും പാടി ആനന്ദപ്പൂവും ചൂടി ആ വഴി പോരും കാറ്റേ ആലോലം തേരിൽ ആരു നിന്റെ കൂടെ പോന്നു കൂടെ നിറച്ചു പോന്നു അത്തമ്പത്തിനോണം കൂടാൻ കൂട്ടായി കൂടെ പോന്നു ആവണിപ്പാട്ടും പാടിയോ മുറ്റത്തൊരു പൂത്തറ കെട്ടി വട്ടത്തിൽ മൺകളി പൂശി മുക്കുറ്റി തുമ്പത്തെച്ചി ചെണ്ടുമല്ലി പൂക്കളം തീർത്ത് മുറ്റത്തൊരു പൂത്തറ കെട്ടി വട്ടത്തിൽ മൺകളി പൂശി മുക്കുറ്റി തുമ്പത്തെച്ചി ചെണ്ടുമല്ലി പൂക്കളം തീർത്ത് ചെന്താമര പൂവിനുള്ളിൽ കയാം പൂവിടർത്തി ചെന്താമര പൂവിനുള്ളിൽ കയാം പൂവിടർത്തി ചെമ്പകത്തിൻ ചോട്ടിൽ കളിയൂ ഞാനാടിപ്പോന്നു ആവണിപ്പാട്ടും പാടി ആനന്ദപ്പൂവും ചൂടി ആ വഴി പോരും കാറ്റേ ആലോലം തേരിൽ ആരു നിന്റെ കൂടെ പോന്നു കൂടെ നിറച്ചു പോന്നു അത്തമ്പത്തിനോണം കൂടാൻ കൂട്ടായി കൂടെ പോന്നു ആവണിപ്പാട്ടും പാടി എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി ലെമൺ മീഡിയയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പണ്ട് കാലത്ത് ഓണമെന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബത്തിൽ അപ്പൂപ്പൻ, അച്ഛൻ, അമ്മ, ഇങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ പേരും ഒരുമിച്ചാണ് നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളത്. ഇന്ന് അതെല്ലാം മാറി ഇപ്പോൾ അണുകുടുംബമായിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിലൊക്കെയാണ് ഇന്നിപ്പോൾ കൂടുതലും ഓണം ആഘോഷിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ പേരും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയൻകീഴ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, ബോയ്സ് സ്കൂളിലാണ്. അപ്പോൾ അവിടുത്തെ ഓണം അതിഗംഭീരമാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ പേരും, പേരൻസും ഞങ്ങളുടെ PTA-യും ബാക്കി അധ്യാപകരും എല്ലാ പേരും ഒത്തൊരുമയോട് കൂടി ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വൻ വിജയമാക്കാനും നല്ല ഒരു പങ്കാളിത്തം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓണക്കാലം എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങും. മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ വീട്ടിൽ ചില ജോലികളുണ്ട്, സ്കൂളിൽ ചെന്നിട്ട് ചെയ്യേണ്ട ജോലി. ആ ജോലി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പന്ത് കളി തുടങ്ങിയ പരിപാടികളിലേർക്കും. മാസങ്ങൾക്ക് മുമ്പാണ് ഈ പന്ത് കളി തുടങ്ങുന്നത്. അപ്പോൾ പശുവൊക്കെ ഉള്ളപ്പോൾ പുല്ല് പറിക്കാൻ പോകണം. പുല്ല് പറിച്ചിട്ട് വെച്ചാലേ അത് വീട്ടുകാർ പരിശോധിക്കുന്നത്. അപ്പോൾ പുല്ല് പറിച്ച് വെച്ചിട്ട് കളിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ ഉള്ള ഒരു ഇതാണ് ഓണം എന്ന് പറയുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ തമ്മിൽ പരസ്പരം ബന്ധമില്ല. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് സ്കൂളുകൾ നമ്മൾ കുട്ടികളെ എല്ലാം എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഓണാഘോഷം നടത്തുന്നത്. കുട്ടികൾക്ക് ഈ ഇത്തരത്തിൽ ഓണാഘോഷം നടത്തുന്ന വഴി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഈ കൂട്ടായ്മയെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഓണം ഒരു ഓർമ്മയായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കൂടെ പോന്നു കൂടെ നിറച്ചു പോന്നു അത്തമ്പത്തിനോണം കൂടാൻ കൂട്ടായി കൂടെ പോന്നു ആവണിപ്പാട്ടും പാടി